വേറൊരു സ്റ്റിഗ്മയാണ് വുമൺ പ്ലഷർ. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. ലച്ചുന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ യു ആർ പോസിംഗ് വിത്ത് വൈബ്രേറ്റർ. അത് ഇപ്പോഴും ഭയങ്കര സ്റ്റിഗ്മയാണ്, എസ്പെഷ്യലി ഇന്ത്യയിൽ മൊത്തം പറയാം. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. ലച്ചുന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ യു ആർ പോസിംഗ് വിത്ത് വൈബ്രേറ്റർ. പാശ്ചാത്യ സംസ്കാരം ലണ്ടനിൽ നിന്ന് വരികയാണോ? എന്റെ രീതി ഇങ്ങനെ. ലച്ചുന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ യു ആർ പോസിംഗ് വിത്ത് വൈബ്രേറ്റർ. ഇത് പറയാനാണ് ഈ ട്രാഫിക്കിന്റെ ഇടയിലൂടെ തന്നെ ഇങ്ങോട്ട് വിളിച്ചത്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇറ്റ്സ് എ സെൽഫ് ലവ്. ലൈക്ക് അത് ചെയ്യണവർക്ക് ചെയ്യാൻ, ചെയ്യാണ്ടവർക്ക് ചെയ്യാം. ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ്. അതുകൊണ്ട് എന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഞാനിപ്പോ എനിക്ക് എന്റെ ഫീമെയിൽ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ ഐ ഗിഫ്റ്റ് ദം എ വൈബ്രേറ്റർ. എന്താ കുട്ടി പറയുന്നത്? ഞാൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനൊന്നും അല്ല കേട്ടോ വിചാരിച്ചത്. സിറ്റിയിലും ഹോസ്റ്റലിലും ഒക്കെ പഠിച്ച പെൺകുട്ടികൾ ഇങ്ങനെ നടക്കാവോ? മോശം മോശം. ഞാനിപ്പോ എനിക്ക് എന്റെ ഫീമെയിൽ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ ഐ ഗിഫ്റ്റ് ദം എ വൈബ്രേറ്റർ. ഞാനിപ്പോ എനിക്ക് എന്റെ ഫീമെയിൽ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ ഐ ഗിഫ്റ്റ് ദം എ വൈബ്രേറ്റർ. എടാ, അവിടെയൊക്കെ റേഡിയേഷൻ അടിച്ചാലേ നിന്റെയൊക്കെ നെറ്റ്വർക്ക് കലങ്ങും. പിന്നെ റേഞ്ച് ഇല്ലാതെ നോട്ട് റീച്ചബിൾ ആയിട്ട് നടക്കേണ്ടി വരും. Me as a person, എനിക്ക് even if it's a vibrator, whatever it is, these are just a form of self love for a female, like a woman. ഒരു സെൽഫ് ലവ് പോലെയാണ്. കമ്പ്യൂട്ടർ യുഗമല്ലേ, MTV VTV എല്ലാവരും കണ്ടോണ്ടിരിക്കല്ലേ. ഇതൊക്കെ ഇതൊന്നും ഒരു പ്രശ്നമല്ല.